ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അങ്ങ് അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിക്കുകയാണ്. അറിയിക്കുന്ന ഒരാൾ അറിയിക്കുന്ന ഒരു കസേരയിൽ തന്നെ വന്നിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലെ ഒരു സുഹൃത്ത് വളരെ സരസനായ അങ്ങ് നിയമസഭയൊക്കെ അല്പം സരസത കലർന്ന ശാസനയിലൂടെ ആയിരിക്കും കൊണ്ടുപോവുക എന്നൊരു തോന്നലുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സാധാരണ ശൈലി വെച്ച് അങ്ങനെയാണ്, സ്വതസിദ്ധമായ ശൈലി വെച്ച് ആ ഇടപെടൽ ഞാനിങ്ങനെ ഭാവനയിൽ കാണുന്നുണ്ട്. അപ്പൊ എന്ത് തന്നെ ആയാലും ശരി, നിഷ്പ്രയാസം വളരെ നിഷ്പക്ഷമായി സഭയെ നയിക്കാനുള്ള പരിചയസമ്പത്ത് അങ്ങേക്ക് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് എല്ലാ നിലയിലും കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ അറിയാം. മന്ത്രിസഭയിലിരുന്ന അനുഭവം, നിയമസഭയിലിരുന്ന അനുഭവം, അതേ എല്ലാ കാര്യങ്ങളിലും വളരെ ഡീപ്പാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയൊക്കെ വളരെ സ്ട്രോങ് ആണ്. ഹോം മിനിസ്റ്ററായിരിക്കുമ്പോഴുള്ള അനുഭവവും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തപ്പോഴൊക്കെ വളരെ പ്രശംസനീയമായ രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. പൊതുജീവിതം എന്നുള്ളത് ഒരു തിരുവഞ്ചൂർ ശൈലിയിൽ അങ്ങനെ കൊണ്ടുപോയ അതാണ് ഇവിടെ മുഖ്യമന്ത്രിയൊക്കെ നേരത്തെ പറഞ്ഞത്. വിദ്യാർത്ഥി കാലം തൊട്ട് അറിയപ്പെടുന്ന ഒരു തിരുവഞ്ചൂർ ശൈലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാ നിലയിലും മാതൃകയാണ്. മണ്ഡലം നോക്കുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് കറക്റ്റാണ്. എല്ലാവർക്കും പുതിയ മെമ്പർമാർക്കൊക്കെ പകർത്താവുന്നതാണ്. തുടരെ 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 ജയിക്കാൻ വളരെ നന്നാവും അദ്ദേഹത്തിന്റെ ശൈലി. അത്രക്ക് നിയോജകമണ്ഡലം നോക്കുക, ജനങ്ങളുമായിട്ട് സമ്പർക്കം നിലനിർത്തുക, സുഹൃത്ത് ബന്ധം നിലനിർത്തുക, നേരത്തെ പറഞ്ഞതുപോലെ സരസമ അങ്ങനെയൊക്കെയുള്ള സഭാധ്യക്ഷനെ ആണ് കിട്ടിയിരിക്കുന്നത്. കേരള നിയമസഭ ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായ അനവധി നിയമ നിർമ്മാണങ്ങൾക്കൊക്കെ ഇടം വന്ന ഒരു സ്ഥലമാണ്, ഒരു നിയമസഭയാണ്. എല്ലാ നിയമനിർമ്മാണങ്ങൾക്കും എല്ലാ പരിഷ്കാരങ്ങൾക്കും പരിവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഒരു നിയമസഭയുടെ അധ്യക്ഷനായിയാണ് അങ്ങ് വന്നിരിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്കൊക്കെ അവിടെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.